എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ഈവനിംഗ് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. 5 മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് വലുപ്പമുള്ളത് ഇതിനേക്ക് എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഒരു ചെറുതായിട്ടുള്ളത് എടുക്കുക. 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിരുന്നു. അതിനുശേഷം ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാം ഒരേ കനത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കനത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു വലിയ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കൂടെ തന്നെ കായാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണം നിങ്ങൾക്ക് കൂട്ടോ കുറക്കോ ചെയ്യാവുന്നതാണ്. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പും കുരുമുളക് പൊടിയും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മളിതിൽ വെള്ളമൊന്നും ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 1/4 ഭാഗത്തോളം ഇത് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഒരു ബ്രൗൺ കവറിംഗ് ഒക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാകുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഞാനിവിടെ റൗണ്ട് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് വേവിച്ചെടുക്കാം. ആ ഒരു സവാള ഒന്ന് ചെറുതായിട്ട് വാടി വന്നാൽ മാത്രം മതി. ഒരുപാട് അങ്ങനെ വെന്തുടയേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചാട്ട് മസാല ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ചാട്ട് മസാല കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ചേർത്താലും മതിയാകും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ മെല്ലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഉരുളക്കിഴങ്ങൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. എരിവ് നിങ്ങളുടെ പാകത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ സ്പാറ്റിൽ ഉപയോഗിച്ച് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ നോക്കുക, ഒരു മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ഞാൻ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടറ്റോ ഫ്രൈ എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയെന്നോ ഒക്കെ പറയാവുന്നതാണ്. പക്ഷേ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് വറവിൻ്റെ ആ ഒരു രുചിയിലല്ല ഇത് ഉണ്ടാകുക. ഒരല്പം വ്യത്യസ്തമായിട്ടുള്ള രുചി തന്നെയാണ് ഇതിന്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇരിക്കുന്നത്. നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും അല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം വെറുതെ കഴിക്കാനായാലും ഒക്കെ പറ്റുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.